ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓപ്പാമ്പ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കും എന്തായിരുന്നു, നമ്മുടെ ഫിൽറ്റേഴ്സൊക്കെ കഴിഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആണ്. ഓക്കെ, എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്ന പ്രത്യേകത, അത് എന്തുകൊണ്ടാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ നമ്മൾ കൂടുതൽ അപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു കാരണമാണ് നമ്മൾ ഇതിന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതിലേക്ക് കടക്കാം. ഹെഡിങ് ആണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആൻഡ് ഓസിലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, അതായത് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ അവർ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് വേർ ഇറ്റ് ഈസ് റിക്വയർഡ് ടു മെഷർ ആൻഡ് കൺട്രോൾ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനും കൺട്രോൾ ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയ എക്സാമ്പിൾസ് ആണ് നമ്മളെ മെഷർമെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് അവർ ടെമ്പറേച്ചർ അല്ലെ, ഫിസിക്കൽ ക്വാണ്ടിറ്റി, സിമിലർലി ഹ്യൂമിഡിറ്റി, ലൈറ്റ് ഇൻറ്റൻസിറ്റി, വാട്ടർ ഫ്ലോ, ഇതൊക്കെ മെഷർ ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകതകൾ വരുന്നത്. ഓക്കെ, ദീസ് ഫിസിക്കൽ മെഷർമെൻറ്റ്സ് ആർ മെഷേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ട്രാൻസ്ഡ്യൂസർ. നമ്മളെ ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ഹാസ് ടു ബി ആംപ്ലിഫൈഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഡ്രൈവ് ദ ഇൻഡിക്കേറ്റർ ഓർ ഡിസ്പ്ലേ സിസ്റ്റം. ഈ ട്രാൻസ്ഡ്യൂസർ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം. കാരണം ഡിസ്പ്ലേയിൽ കാണേണ്ടതാണല്ലോ, അപ്പോൾ ഇറ്റ് ഷുഡ് ബി ആംപ്ലിഫൈഡ്. ഓക്കെ, ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യലാണ് ആരുടെ പരിപാടി, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ പർപ്പസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ. ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ഹാസ് ടു ബി ആംപ്ലിഫൈഡ് ആൻഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഡ്രൈവ് ദ സിസ്റ്റം അല്ലേ, അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള സാധനം. അപ്പോൾ ആ ആംപ്ലിഫൈ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാണ് ആര്, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. അപ്പോൾ മെയിൻലി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാവിങ് ഹൈ ഗെയിൻ ആക്യുറസി. കാരണം ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് ഈസ് ഹാവിങ് ഹൈ ഗെയിൻ ആക്യുറസി. സിമിലർലി ഹൈ ഗെയിൻ ആണ്, ഹൈ ഗെയിൻ സ്റ്റെബിലിറ്റി വിത്ത് ലോ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ്. ലോ ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ആയാലും ഹൈ ഗെയിൻ സ്റ്റെബിലിറ്റി എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോ DC ഓഫ്സെറ്റ് ആണ്, അതുപോലെ ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. ഓക്കെ, ദീസ് ആർ സ്പെഷ്യലി ഡിസൈൻഡ്, ഇതൊക്കെ സ്പെഷ്യലി ഡിസൈൻഡ് ഓപ്പാംപ്സ് സോ ആസ് ടു മീറ്റ് ദ എബോവ് റിക്വയർമെൻറ്റ്സ്. ഈ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയുള്ള ഒരു ഓപ്പാമ്പാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ മീറ്റ് ചെയ്ത വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഗുഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തന്നെയാണ് ആക്ച്വലി. ഇറ്റ് ഈസ് എ വൺ കൈൻഡ് ഓഫ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിച്ച് പ്രൊവൈഡ്സ് വെരി ഹൈ ഗെയിൻ, പറഞ്ഞു അതുപോലെ ഹൈ CMRR, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ വളരെ കൂടുതലാണ്. അതുപോലെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ആൻഡ് ഇസ് ഡിസൈൻ ഫോർ വെരി സ്പെസിഫിക് അപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ 3 പോയിന്റ് നോക്കുക, അതൊക്കെ ഹൈ ഗെയിൻ, ഹൈ CMRR, ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഓക്കെ, ബാക്കി ഫീച്ചേഴ്സ് അവിടെ പറഞ്ഞു, ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഒക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സർട്ടൺ അപ്ലിക്കേഷൻസ് ടു ആംപ്ലിഫൈ ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്ഡ്യൂസേഴ്സ്. അതാണ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം അല്ലേ. ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ ടെസ്റ്റ് ആൻഡ് മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ്. Because of its high CMRR and high input impedance, it is preferred in harsh environment condition. കാരണം എന്ന് വെച്ചാൽ വളരെ പ്രശ്നമുള്ള എൻവയോൺമെൻറ്റ് കണ്ടീഷനിലായാലും ഇതെന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, or it is possible to have a large common mode noise or interference signals and very low input differential signals. ഇതാണ് പോയിന്റ്. ഓക്കെ, it should be it is preferred in harsh environment conditions where ഏതൊക്കെ കണ്ടീഷൻസിലാണ്, ലാർജ് കോമൺ മോഡ് നോയ്സ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് ഉണ്ടാകുന്ന സ്ഥലത്ത്, അതുപോലെ ലോ ഇൻപുട്ട് ഡിഫറൻഷ്യൽ സിഗ്നൽസ് ഉണ്ടാകുന്ന സ്ഥലത്തും ഇത് കോമൺ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുറച്ച് എന്താണ് നമ്മൾ പറയാറുള്ളത് അഡ്വാൻറ്റേജസ്. ഓക്കെ, വൈ വി ആർ പ്രിഫറിങ് ദിസ് ദാൻ ദ ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. എന്തുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്? അത് എന്തായാലും കാരണം എന്ന് പറഞ്ഞാൽ ഇൻ മെനി ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു മെഷർ അവർ ടെമ്പറേച്ചർ, ഫ്ലോ, ഹ്യൂമിഡിറ്റി അല്ലേ. ഇതൊക്കെ ദീസ് ആർ മെഷേർഡ് യൂസിങ് അവർ ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ലേ. ഏതൊക്കെ യൂസ് ചെയ്തിട്ട് RTD, സ്ട്രെയിൻ ഗേജ്, തെർമോകപ്പിളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ട്രാൻസ്ഡ്യൂസേഴ്സ് കൺവേർട്ട് ദ മെഷേർഡ് പാരാമീറ്റേഴ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ഈ ട്രാൻസ്ഡ്യൂസറാണ് എന്ത് ചെയ്യുന്നത്, മെഷേർഡ് പാരാമീറ്ററിനെ ഇലക്ട്രിക്കൽ സിഗ്നലിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു, ആംപ്ലിഫൈ ചെയ്യുന്നു. അത് ആംപ്ലിഫൈ ചെയ്യുന്ന ആളാണ് ആര്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ.
ക്ലിയർ. അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, ഇത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആർ ടി ഡി ഒക്കെ കേസിലാണെങ്കിൽ നമ്മളൊരു ബ്രിഡ്ജ് സർക്യൂട്ടാണ് ആർ ടി ഡിനൊക്കെ വരിക. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജ് സർക്യൂട്ടിൻ്റെ ഒരു പോയിന്റിലൊക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ മെഷർമെൻ്റ് ഒക്കെ വേണ്ടി വരും. അപ്പോൾ ആ സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാം. അതുപോലെ സെൻസേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ആംപ്ലിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ സിഗ്നൽ ആംപ്ലിഫൈന് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പർപ്പസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ സർക്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ ഒരു സിമ്പിൾ സർക്യൂട്ടിന് വരക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണിത് വരയ്ക്കുക. ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് അല്ല, ആക്ച്വൽ സർക്യൂട്ട് അല്ല. ഇതിനൊരു ചെറിയൊരു പോരായ്മയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതേപോലെ തന്നെയാണ് ആംപ്ലിഫയർ സർക്യൂട്ടും വരിക, അതുകൊണ്ടാണ് ഞാൻ ഈ സർക്യൂട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇത് റെക്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ സർക്യൂട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡ്രോ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് സെയിം ലൈക്ക് ഇതുപോലെ തന്നെയാണ് നമ്മളെ പുതിയ സർക്യൂട്ടും വരിക. ഓക്കെ, അപ്പോൾ യു ആർ ഹാവിങ് സം റെസിസ്റ്റേഴ്സ് അല്ലേ, റെസിസ്റ്ററുകളൊക്കെ നെയിം ചെയ്യുക. അതുപോലെ തന്നെ ആദ്യം ഇത് വി ബി എന്നും വി എ എന്നും നെയിം ചെയ്യുക. then you are having some resistors R6, R5, R7, R8. okay, then your resistors are like this. ഇവിടെ R1 ഉണ്ട്, ഇവിടെ R3 ഉണ്ട്. ഓക്കെ, R1 ഉണ്ട്, R3 ഉണ്ട്. Then you will be having your resistors like this. Then you are having yet another resistor here, then R4, then minus plus, then you are having a resistor R2, then you will be having an output voltage V out. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് ഒരു സാധാരണ സർക്യൂട്ടാണ്. ഓക്കെ, ഇങ്ങനത്തെയൊക്കെ സർക്യൂട്ട്സിൻ്റെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ സർക്യൂട്ടിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എലോങ് വിത്ത് ദ ഡിഫറൻഷ്യൽ ഇൻപുട്ട്, അതായത് നമ്മൾ ഇവിടുത്തെ ഡിഫറൻഷ്യൽ ഇൻപുട്ടിൻ്റെ കൂടെ തന്നെ along with the differential input the common mode signal also get amplified. ഏത് സിഗ്നൽ, കോമൺ മോഡ് സിഗ്നൽസ് ഓൾസോ ഗെറ്റ് ആംപ്ലിഫൈഡ്. ഓക്കെ, നമ്മുടെ മെയിൻ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഒരു നോയ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇൻപുട്ടിൻ്റെ കൂടെ നമ്മൾ ഈ കോമൺ മോഡ് സിഗ്നലും കൂടി ആംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ we will be getting no improvement in our signal to noise ratio. സിഗ്നൽ ടു നോയ്സ് റേഷ്യോ വളരെ പുവർ ആയിരിക്കും ഈ കേസിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സർക്യൂട്ട്സ് നമ്മൾ കോമൺലി എന്ത് ചെയ്യാറില്ല, പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ വി വിൽ ബി ഹാവിങ് ഡിഫിക്കൽട്ടി ഇൻ മാച്ചിങ് ദീസ് റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഈ റെസിസ്റ്ററുകളിൽ R5 ഇതൊക്കെ മാച്ച് ചെയ്യുക, അതായത് മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു എന്താണ് കറക്റ്റ് വാല്യൂസ് ആവണം. പക്ഷേ ഇത് ഇങ്ങനെ കുറേ റെസിസ്റ്റേഴ്സ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇവിടെയൊക്കെ പാരലൽ റെസിസ്റ്ററൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ മാച്ചിങ് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് എന്താണ് തമ്മിൽ മാച്ച് ആവുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ മാച്ച് ആയില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോമൺ മോഡ് റേഷ്യോ ചേഞ്ച് ആവും. ഓക്കെ, കോമൺ മോഡ് റേഷ്യോ എന്താവും, ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളുള്ളത് കാരണം വി ആർ ഓവർകമ്മിങ്, അല്ലെങ്കിൽ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഏത് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ഇതാണ്, നമ്മൾ ഡിഫറൻഷ്യൽ ഇൻപുട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ കോമൺ മോഡ് സിഗ്നൽ എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ എന്താണ്, ഇമ്പ്രൂവ്മെൻറ്റ് നടക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പ്രശ്നങ്ങളാണ് ഈ റെസിസ്റ്ററുകളെ മാച്ച് ആവുന്ന പ്രശ്നങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഈ സർക്യൂട്ടിൽ വരുന്നുള്ളൂ. അതായത് ഈ ഒരു സെക്ഷൻ കാരണമാണ് ഈ മാച്ചിങ് മെയിൻലി ഇഷ്യൂ വരുന്നത്. ആ ഒരു സെക്ഷൻ മാറ്റിയിട്ട് ഒറ്റൊരു കോമൺ റെസിസ്റ്റർ ആക്കും. ഓക്കെ, അതാണ് ഞാനിനി വരയ്ക്കാൻ പോകുന്നത്. ഓർ മോഡിഫൈഡ് സർക്യൂട്ടേഴ്സ്, നിങ്ങൾ ഈ സർക്യൂട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മൾ പഠിക്കേണ്ട സർക്യൂട്ട്. ഓക്കെ, നേരത്തെ അതേ പോയിൻറ്റ്സ് തന്നെയാണ്, സെയിം ഒരു ടൈപ്പ് ഓഫ് ഫിഗർ തന്നെയാണ് വരിക. ചെറിയൊരു വ്യത്യാസം ഞാൻ പറഞ്ഞില്ല, ഇതാ ഇവിടെ ഒരു റെസിസ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. നേരത്തെ വി ആർ ഹാവിങ് 2 റെസിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ അല്ലേ, അത് മാറിയിട്ട് ഒറ്റ റെസിസ്റ്റർ ആവും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, നേരത്തെ പോലെ VA VB, then you will be having yet another resistor here, then you are having a resistor here also. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ ഒരു ബേസിക് സർക്യൂട്ട് ഡയഗ്രാം അല്ലെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ സർക്യൂട്ട്. ഓക്കെ, യു ആർ ഹാവിങ് റെസിസ്റ്റേഴ്സ് ഓൾ അറൗണ്ട് ഹിയർ,
and you will be having your V out here, you will be having another resistor here. Okay, അപ്പോൾ ഇത് നിങ്ങളുടെ VA VB, then this is your R5, this is your R6, then this will be your R1, R3, R4, R2. Okay, then അപ്പോൾ R1 R2 R3 R4 R5 6 അല്ലേ. ഇനി ഈ റെസിസ്റ്ററിനെ വിളിക്കുന്ന പേരാണ് RG. അതൊരു കോമൺ റെസിസ്റ്റർ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് RG. ഈ RGൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് കോമൺ ബിറ്റ്വീൻ ടു ഓപ്പാംസ്. രണ്ട് ഓപ്പാമിനിടയ്ക്കും കോമൺ ആയിട്ടുള്ള റെസിസ്റ്റർ അല്ലേ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇതാണ് കീ പോയിന്റ് കേട്ടോ, only the differential input signal will be get amplified. ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നലുകൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നുള്ളൂ. while the common mode signal will pass as it is. കോമൺ മോഡ് സിഗ്നൽ എന്ത് ചെയ്യുന്നില്ല, ആംപ്ലിഫൈ ചെയ്യുന്നില്ല. നേരത്തെ പ്രശ്നം ഇത് രണ്ടും ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഒന്നും മേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നുള്ളൂ. നമ്മൾ കോമൺ മോഡ് സിഗ്നൽ ഏതാണോ ഉള്ളത് അത് തന്നെ എന്ത് ചെയ്യുവാണ്, പാസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിന് സർക്യൂട്ട് വൈസ് നോക്കുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ, ഈ RG നമ്മുടെ കോമൺ ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഈ കോമൺ മോഡ് സിഗ്നൽ പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സാധാരണ നമ്മൾ എല്ലാ ICസിലും നമ്മൾ ഫാബ്രിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിറൈവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് നമ്മുടെ RGയും ഈക്വൽ ടു R6, ഇത് R6 ആണ് ഈ രണ്ടെണ്ണം, ഇത് രണ്ട് ഈക്വലായി എടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് R4/R3 കുറച്ച് ഇക്വേഷൻസ് ആണ് ഗൈസ്, വേറെ ഒന്നും ഇല്ല ഇതിൽ. ജസ്റ്റ് അതിൻ്റെ എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ നമ്മൾ പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ വോൾട്ടേജ് ഇക്വേഷൻ പഠിച്ചാലും മതിയാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഗിവൺ ബൈ 1 + 2R5 ഡിവൈഡഡ് ബൈ RG ഇൻറ്റു R2/R1 ഇൻറ്റു VA - VB. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. നിങ്ങൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരുന്നാലും മതി, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ അപ്ലിക്കേഷൻസ് അറിഞ്ഞിരുന്നാലും മതിയാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന രണ്ട് വോൾട്ടേജസ് ആണ്. ഇവിടെ ഒരു നോഡൽ വോൾട്ടേജ് VB ഡാഷ് എന്ന് എടുക്കുക, അതുപോലെ ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് VA ഡാഷ്. ഓക്കെ, ദെൻ അതുപോലെ ഇവിടെ വരുന്ന വോൾട്ടേജ്, ഈ വോൾട്ടേജ് എത്രയാണ്, VB. ഇത് തന്നെയാണ് നമ്മൾ ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഐഡിയൽ ആയിട്ടല്ലേ. അപ്പോൾ സോ ദിസ് വോൾട്ടേജ് വിൽ ബി ഹിയർ സെയിം ആസ് VB. ഓക്കെ, അപ്പോൾ ഇവിടെ VA ഉള്ളത് തന്നെയായിരിക്കും എവിടെയും വരുന്നത്, ഇവിടെ VAയും വരുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, RGയിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഞാൻ I എന്ന് എടുക്കുവാണ്. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ അറിയാനുള്ള പോയിന്റുകൾ, വി ആർ അസ്യൂം ദ വോൾട്ടേജസ് ഏതൊക്കെ, VB ഡാഷും VA ഡാഷും അസ്യൂം ചെയ്യുന്നു. അപ്പോൾ V ഔട്ട് എന്താ വരിക, ഇക്വേഷൻ പ്രകാരം V ഔട്ട് എന്താ വരിക, ഇറ്റ് വിൽ ബി R2/R1. ശരിയല്ലേ, R2/R1 ഇൻറ്റു ദ ഡിഫറൻസ് ഓഫ് ദ വോൾട്ടേജസ് ഏതൊക്കെ, VA ഡാഷ് - VB ഡാഷ്. ഓക്കെ, ദെൻ ഇതൊരു പ്രൂഫാണ്, ഇത് നിങ്ങൾ അറിയണമെന്നൊന്നുമില്ല, ജസ്റ്റ് വന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാമെന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ VB ഡാഷ് ആണ് VB ഡാഷ് - VA ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ കറണ്ട് IG ഇൻറ്റു R5 RG + R6. അതായത് ഈ R5ലും RGയിലും R6ലും ഒക്കെ ഇത് ഐഡിയൽ ആയതുകൊണ്ട് എല്ലാത്തിലും സെയിം കറണ്ട്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട്സ് ഫ്ലോ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്ററുകൾ മാച്ച് ആവുന്നില്ലെങ്കിൽ ഇവിടെ കറണ്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതിലെ സെയിം കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് I ഇൻറ്റു R5 + RG + RC എന്ന് എടുത്തത്. ഓക്കെ, സിമിലർലി ഇഫ് R5 = R6 ആണെങ്കിൽ ദെൻ VB ഡാഷ് - VA ഡാഷ് എന്ത് വരും, യു വിൽ ഗെറ്റ് IG ഇൻറ്റു 2R5 + RG. ശരിയല്ലേ. സിമിലർലി നിങ്ങൾ എഴുതുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് IG എന്താണെന്ന് കിട്ടാൻ നോക്കാം. അപ്പോൾ I എന്താണെന്ന് നോക്കാം. I നിങ്ങൾക്ക് അവിടെ നോഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെങ്കിൽ അവിടെ കറണ്ട് നോക്കിയാലും മതി. I എന്ന് പറഞ്ഞാൽ എന്താ, 2 വോൾട്ടേജ് ഡിവൈഡഡ് ബൈ RG. ശരിയല്ലേ. അപ്പോൾ VB - VA ഡിവൈഡഡ് ബൈ RG. ഇതിനെയാണ് നമ്മൾ ഗേറ്റ് കറണ്ട് അല്ല, അതിലെ ഫ്ലോ ചെയ്യുന്ന RGയിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സെയിം IG തന്നെയാണ് ഏതിലേക്ക് ഫ്ലോ ചെയ്യുന്നത്, R5ഉം R6ഉം പറഞ്ഞല്ലോ നമ്മൾ. കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്ന ഓപ്പ് ആമ്പ് എന്താണ്, ഐഡിയൽ ആയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ
നോ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ഓപ്പ് ആംപ് ടെർമിനൽസ്. ഓപ്പ് ആംപ് ടെർമിനൽസിൽ എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ഒന്നും പാസ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ ഈ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഐ ജി എന്ത് ചെയ്യണം, നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, വി ബി മൈനസ് വി എ ഇൻറ്റു ഡിവൈഡഡ് ബൈ ആർ ജി ഉണ്ടാവും അല്ലേ, ഡിവൈഡഡ് ബൈ ആർ ജി ഇൻറ്റു 2R5 പ്ലസ് ആർ ജി. ഓക്കെ, ദാറ്റ് വി വിൽ ഗെറ്റ് ആസ് വി ബി മൈനസ് വി എ ഇൻറ്റു 1 പ്ലസ് 2R5 ഡിവൈഡഡ് ബൈ ആർ ജി. ഓക്കെ, അതായത് വി ബി ഡാഷ് മൈനസ് വി എ ഡാഷ് ആണ് നിങ്ങൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതുവാണെങ്കിൽ, ഇത് നേരെ തിരിച്ച് എഴുതുവാണെങ്കിൽ വി എ ഡാഷ് മൈനസ് വി ബി ഡാഷ് എന്ത് കിട്ടും, നേരെ തിരിച്ച് എഴുതുന്നു വിചാരിച്ചാലും മതി. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, സെയിം തന്നെയാണ്, വി ബി അല്ല സോറി വി എ അല്ലേ, വി എ മൈനസ് വി ബി ഇൻറ്റു യു വിൽ ഗെറ്റ് 1 പ്ലസ് 2R5 ഡിവൈഡഡ് ബൈ ആർ ജി. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ വി എ ഡാഷ് മൈനസ് വി ബി ഡാഷ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വി എ മൈനസ് വി ബി ഉണ്ടല്ലോ, ഈ വി എ മൈനസ് വി ബിക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നുണ്ട്, അത് R5 R6 ഒക്കെ അസ്യൂം ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ വി എ ഡാഷ് മൈനസ് വി ബി ഡാഷ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ഇൻറ്റു 1 പ്ലസ് 2R5 ഡിവൈഡ് ബൈ ആർ ജി അല്ലേ കിട്ടിയത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾ ഈ വി എ മൈനസ് വി ബിക്ക് പകരം വി ബിക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് വരിക, വാട്ട് വിൽ യു ഗെറ്റ്, എന്താ കിട്ടുക നിങ്ങളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ്, യുവർ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് ദിസ്. എന്താ കിട്ടുക, ഇതാ ഈ സാധനത്തിന് പകരമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ വി എ ഡാഷ് മൈനസ് വി ബി ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും, യു വിൽ ബി ഗെറ്റിംഗ് R2 ബൈ R1 ഇൻറ്റു വി എ ഡാഷ് മൈനസ് വി ബി ഡാഷ്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിക്കുക, ഏത് വി ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു R2 ബൈ R1 ഇൻറ്റു വി എ ഡാഷ് മൈനസ് വി ബി ഡാഷ്, വേർ വി എ ഡാഷ് മൈനസ് വി ബി ഡാഷ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു R5 ഡിവൈഡഡ് ബൈ ആർ ജി പഠിക്കുക. അല്ലെങ്കിൽ ഈ വി എ ഡാഷ് മൈനസ് വി ബി ഡാഷിന് പകരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഈ വി എ ഡാഷ് മൈനസ് വി ബി ഡാഷിന് പകരം ഈ സാധനം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇത് കിട്ടും, ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഐദർ യു സ്റ്റഡി ദിസ് ഓർ യു സ്റ്റഡി ദിസ് സിമ്പിൾ ഇക്വേഷൻ, എന്നിട്ട് ഈ വി എ ഡാഷ് മൈനസ് വി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് അറിഞ്ഞിരുന്നാലും മതിയാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദസ് വി വിൽ ഗെറ്റ് വാട്ട്, ദസ് ദ ഡിഫറൻഷ്യൽ ഇൻപുട്ട് വിൽ ബി ഗെറ്റ് ആംപ്ലിഫൈഡ് ബൈ ദ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. ഓക്കെ, അപ്പോൾ എന്ത് വെച്ചാൽ ദസ് ഇറ്റ് പാസസ് ദ കോമൺ മോഡ് സിഗ്നൽസ്. കോമൺ മോഡ് സിഗ്നലിന് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അതാണല്ലോ നമ്മുടെ മെയിൻ എയിം. നമ്മുടെ മെയിൻ എയിം എന്തായിരുന്നു, കോമൺ മോഡ് സിഗ്നലിനെ നേരത്തെ പാസ് ചെയ്യും, അതും ആംപ്ലിഫൈ ചെയ്യപ്പെടുമായിരുന്നു ചെയ്തത്. അപ്പോൾ അത് വേണ്ട, കോമൺ മോഡ് സിഗ്നൽസിനെ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ പാസ് ആസ് ഇറ്റ് ഈസ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് വിൽ ഓൺലി ആംപ്ലിഫൈ ദ ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നലിനെ മാത്രം എന്ത് ചെയ്യുന്നു, ആംപ്ലിഫൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് കാര്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ നേരത്തെ സർക്യൂട്ട് തന്നെ നോക്കുക. ഈ സർക്യൂട്ടിൽ നമ്മുടെ കോമൺ മോഡ് സിഗ്നലുകളെ നോക്കുക, അല്ലെങ്കിൽ വോൾട്ടേജുകൾ. ഇവിടെ കോമൺ മോഡാണെങ്കിൽ ഇവിടെയും കോമൺ മോഡല്ലേ, ഇത് രണ്ട് വോൾട്ടേജ് വി സി എം എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുക. ഓക്കെ, അത് 2 ടെർമിനൽസ്, ഏതൊക്കെ ബി വി ബിയും വിയും. അപ്പോൾ രണ്ടിലും സെയിം വോൾട്ടേജ് ആണല്ലോ. ഇങ്ങനെ സെയിം വോൾട്ടേജ് ആകുമ്പോൾ ഈ ആർ ജിയിൽ കറണ്ട് പോവുമോ, ഇല്ലല്ലോ. ഒരു കറണ്ടും ഏതില്ല, ആർ ജിയിൽ പോവില്ല. സെയിം വോൾട്ടേജ്, കാരണം കോമൺ മോഡ് വോൾട്ടേജസ് ആണ്, സെയിം വോൾട്ടേജ് ആണ്. അപ്പോൾ നോ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ആർ ജി. അതായത് നോ കറണ്ട് വിൽ, ആർ ജിയിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് ഇല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ R5ലും R6ലും എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. ശരി, അപ്പോൾ ഈ ടെർമിനലുകളൊന്നും എന്തില്ല, കറണ്ട് ഇല്ല. സിമിലർലി ഈ ടെർമിനലുകളും എന്തുണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഇവിടെ കറണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ കോമൺ മോഡ് വോൾട്ടേജ് എന്തായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ബഫർ. ഓക്കെ, അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഫോളോ, ബഫർ അല്ലെങ്കിൽ യൂണിറ്റി ഫോളോവർ എന്നാണല്ലോ പറയുക. അപ്പോൾ ബഫർ അല്ലെങ്കിൽ ഒരു യൂണിറ്റി ഫോളോവർ ആയിട്ടാണ് അത് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുക. ഏത്, ഈ രണ്ട് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, ദീസ് 2 ആംപ്ലിഫയേഴ്സ് വിൽ ആക്ട് ആസ് എ ബഫർ അല്ലെങ്കിൽ യൂണിറ്റി ഫോളോവർ. അപ്പോൾ വൈൽ ഇറ്റ് വിൽ ഓൺലി ആംപ്ലിഫൈ, അങ്ങനെ ആകുമ്പോൾ ഏത് മാത്രമേ ആംപ്ലിഫൈ ചെയ്യുള്ളൂ, നമ്മളുടെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നൽ മാത്രമേ ആംപ്ലിഫൈ ചെയ്യുള്ളൂ. കോമൺ മോഡ് ആംപ്ലിഫൈ ചെയ്യുന്നില്ല. ശരിയല്ല, കാരണം കോമൺ മോഡ് 0 ആയി, അല്ലെങ്കിൽ കോമൺ മോഡ് എന്ത് ചെയ്യുന്നത്, എത്രയാണോ കോമൺ മോഡിൽ അത് പാസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏത് മാത്രമേ ആംപ്ലിഫൈ ചെയ്യുന്നുള്ളൂ, നമ്മളെ ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നലുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആംപ്ലിഫൈ ചെയ്യുന്നുള്ളൂ. കോമൺ മോഡ് എന്ത് ചെയ്യുന്നില്ല, ആംപ്ലിഫൈ ചെയ്യുന്നില്ല.
അങ്ങനെ കോമൺ മോഡ് ആംപ്ലിഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യാം? വി ക്യാൻ ഇൻക്രീസ് അവർ CMRR. നമുക്ക് എന്ത് ചെയ്യാം? CMRR എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. കാരണം CMRRൻ്റെ ഫോമുല എന്താ? AD/ACM അല്ലേ? അപ്പോൾ എന്താണ്? കോമൺ മോഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആംപ്ലിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ CMRR എന്ത് ഇൻക്രീസ് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യലിനെ മാത്രമേ എന്ത് ചെയ്യുന്നില്ല? ആംപ്ലിഫൈ ചെയ്യുന്നില്ല. അങ്ങനെ നോക്കിയാലും CMRR എന്ത് ചെയ്യും? ഇംപ്രൂവ് ചെയ്യും. ദസ് അവർ CMRR ക്യാൻ ബി ഫർദർ ഇൻക്രീസ്ഡ്. നേരത്തെ ഉള്ളതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. ദസ് CMRR ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, ഇതെവിടെ യൂസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആവുന്ന കേസിലും, അതുപോലെ കോമൺ മോഡ് ഉള്ള സ്ഥലങ്ങളിൽ കോമൺ മോഡ് എന്തായാലും വളരെ കൂടുതലുള്ള സ്ഥലങ്ങളും, അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിഫർ ചെയ്തത് ഇൻഡസ്ട്രിയലിൽ? കാരണം ഇത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിനെക്കാട്ടിയും കൂടുതലായിട്ട് ഈ മെഷർമെൻറ്റ് സർക്യൂട്ട്സുകൾ, അതുപോലെ ടെമ്പറേച്ചർ കാണുക, അങ്ങനത്തെ കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജുകളാണ് ഇതിൻ്റെ കീ പോയിൻറ്റ്സ്. ഓക്കെ, സർക്യൂട്ട്സ് നിങ്ങൾ കാര്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല. ജസ്റ്റ് ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്താൽ മതി. ഏതാണ് ഇക്വേഷൻ? VO = 1 + 2 × R5/RG × R2/R1 × VA - VB. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജുകളാണ് നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടത്. എന്തൊക്കെയായിരുന്നു നമ്മൾ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? വെൻ ദ ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ കണക്റ്റഡ് ഇറ്റ് വിൽ ബി ഗെറ്റ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു? ആംപ്ലിഫൈ ചെയ്ത് പോകുന്നു അല്ലേ? ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ. അതൊക്കെ ഹൈ ഗെയിൻ ഓർക്കുക, ഹൈ CMRR ഓർക്കുക, high input impedance നോക്കുക. ആണ് yet another features. It is having low input output impedance, high gain ആണ്, high accuracy ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയറിൻ്റെ കാര്യത്തിൽ കൂടുതലായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് എന്താണ് നമ്മുടെ അപ്ലിക്കേഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഹാവിങ് എ നമ്പർ ഓഫ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ വിത്ത് ദ ട്രാൻസ്ഡ്യൂസർ ബ്രിഡ്ജ്. നമ്മൾ RTD ഒക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ സച്ച് ആസ് അവർ ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ, അതുപോലെ ടെമ്പറേച്ചർ കൺട്രോളർ, അതുപോലെ ലൈറ്റ് ഇൻറ്റൻസിറ്റി മീറ്റർ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും നമ്മൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യും? വി വിൽ യൂസ് അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ. സോ യു മസ്റ്റ് കീപ്പ് എന്താണ് നമ്മൾ ആ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ അപ്ലിക്കേഷനും അതിൻ്റെ ഇക്വേഷൻസും ആണ് കൂടുതലായിട്ട് നോട്ട് ചെയ്യാൻ. ഡെറിവേഷനൊന്നും അങ്ങനെ പഠിക്കണമെന്നില്ല. എന്താണ് ചെയ്യുന്നതെന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാലും മതിയാവും. ഓക്കെ, അതാണ് കൂടുതൽ ഈ കാര്യത്തിൽ ഈ ടോപ്പിക്കിൽ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം? കാണാം. ഓക്കെ, താങ്ക് യു.